സബ്സിഡി നിർത്തലാക്കി എന്നുള്ള ഒരു ഇതും ഞാൻ കണ്ടു. അതായത് ഇപ്പൊ ബാങ്കിൽ വരുന്നില്ല, 3 മാസമായിട്ട് വരുന്നില്ല. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമൊക്കെ അനുദിനം വില കുതിച്ചുയരുകയാണ്. BJP അനുഭാവികൾ പോലും മോദി സർക്കാരിന്റെ ഇന്ധനവില വർധനവിൽ അതൃപ്തരാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഗ്യാസ് സിലിണ്ടറിനെ ഓർമ്മിക്കണമെന്ന നരേന്ദ്രമോദിയുടെ പഴയ പ്രസ്താവനയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മോദി സർക്കാർ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സൗരോർജ്ജ വികസനത്തിന് വേണ്ടിയാണെന്നും പെട്രോൾ ഡീസൽ വില ഇനിയും വർദ്ധിച്ചാൽ രാജ്യം അടുത്ത 10 വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന മധ്യപ്രദേശ് BJP മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ സോഷ്യൽ മീഡിയയെ വലിയ രീതിയിൽ ചിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ പറ്റിയാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്നും അത് വാങ്ങിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നുമൊക്കെ പറഞ്ഞ നേതാവാണ് K. സുരേന്ദ്രൻ. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് പെട്രോളിനും പാചകവാതകത്തിനുമൊക്കെ വില വർദ്ധിച്ച സമയത്ത് സ്കൂട്ടർ ഉന്തിക്കൊണ്ടുപോയും പാചകം ചെയ്തും പ്രതിഷേധിച്ച നേതാക്കളിൽ ഒരാളാണ് ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രൻ. എന്നാൽ കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ മോദി സർക്കാരിന്റെ ഇന്ധനവിലയെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ K. സുരേന്ദ്രൻ വണ്ടിയുമെടുത്ത് രക്ഷപ്പെട്ട സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇന്നലെ പാചകവാതകത്തിന് 25 രൂപ വർദ്ധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാചകവാതകത്തിന്റെ ഇത്തരത്തിൽ പ്രതിമാസം വില കൂടുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇതിനോട് BJPയുടെ നിലപാട് എന്തായിരുന്നു എന്നാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഉത്തരം പറയുന്നതിന് മുമ്പേ ഉത്തരം മുട്ടിയ K. സുരേന്ദ്രൻ പാചകവാതകത്തിൽ സാധാരണക്കാരന് കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. എന്നാൽ സബ്സിഡി ഇപ്പോൾ വരുന്നില്ലെന്നും ബാങ്കിലേക്ക് സബ്സിഡി പണം എത്താതെ മാസങ്ങളായെന്നും മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ സബ്സിഡി നിർത്തലാക്കിയിട്ടില്ലെന്നും നിർത്തലാക്കിയ വിവരം തനിക്ക് അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ സുരേന്ദ്രൻ ഡ്രൈവർക്ക് വണ്ടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പാചകവാതക വിലവർദ്ധനവിനെതിരെ ചോദ്യമുയർന്നപ്പോൾ സുരേന്ദ്രൻ വണ്ടിയുമെടുത്ത് സ്ഥലം കാലിയാക്കിയെന്നർത്ഥം. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ആ വീഡിയോ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ്. അതേസമയം സബ്സിഡി നിർത്തലാക്കിയതുപോലും അറിഞ്ഞിട്ടില്ലാത്ത സംസ്ഥാന അധ്യക്ഷൻ എന്നാണ് ഈ വീഡിയോയോട് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത്. വണ്ടി അധിക നേരം നിർത്തിയിട്ടാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് പെട്രോൾ തീർന്നു പോകാൻ സാധ്യത ഉള്ളതിനാലാണ് ഡ്രൈവർ വേഗം വണ്ടിയെടുത്ത് പോയത് എന്നാണ് ട്രോളന്മാർ ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്. എന്തായാലും പാചകവാതകത്തിന് 25 രൂപ കൂടി മോദി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മാസം 2ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് LPG വില വർധനവ് എന്നതും ശ്രദ്ധേയമാണ്. അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം എന്നിവയിൽ നിന്നാണ് പാചകവാതകം ലഭിക്കുന്നത് എന്നതിനാൽ അസംസ്കൃത എണ്ണവില വർധന പാചകവാതക വില ഇനിയും കുത്തനെ ഉയർത്തിയേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.